ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റെഡ്മീൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G ആണ്. അപ്പോൾ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് 5G എന്ന് എഴുതിയതാണ്. പിന്നെ ഡിസൈൻ കാണാം. അപ്പോൾ നോട്ട് സീരീസിലെ ഏറ്റവും മികച്ച ഒരു ഡിവൈസാണെന്ന് പറയാം റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G. അപ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണ്, അതേപോലെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റെഗുലർ അൺബോക്സിംഗ് സെറ്റപ്പ് അല്ല, നമ്മൾ ഇവൻറ്റ് വെന്യൂ എന്നാണ് അൺബോക്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G സ്നാപ്ഡ്രാഗൺ 695 വിത്ത് ട്രൂലി ഗ്ലോബൽ 7 5G ബാൻഡ് സപ്പോർട്ട് ഉണ്ട്. പവർഫുൾ 2.2 GHz ക്ലോക്ക് സ്പീഡാണ്. 120 Hz സൂപ്പർ AMOLED ഡോട്ട് ഡിസ്പ്ലേ, കൂറിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടാണ്. 67 വാട്ട് ടർബോ ചാർജിങ് ടെക്നോളജി, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 108 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, അൾട്രാ വൈഡ് മാക്രോ ലെൻസും, 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, പിന്നെ 3GB വെർച്വൽ റാം ഉണ്ട്. അതേപോലെ ഡ്യുവൽ സ്പീക്കേഴ്സും IR ബ്ലാസ്റ്ററും സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിങ്ങും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കിട്ടുന്നത് 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഡ്യുവൽ 5G സിം കാർഡ് സപ്പോർട്ടും ലിക്വിഡ് കൂൾ ടെക്നോളജിയും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് ഫാൻറ്റം വൈറ്റ് ആണ്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് നമ്മുടെ കയ്യിലെ ഡിവൈസ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ബോക്സും തുറക്കാം. റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ബോക്സ് വേഗം തന്നെ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പവർഡ് ബൈ റെഡ്മി എന്നുള്ള ഇതാണ്. ഇതിനകത്ത് മിക്കവാറും സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ നമുക്കൊരു കേസാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ കാണാം. ഇതിനകത്ത് കണ്ടില്ലേ, നാനോ സിം കാർഡ് ആണുള്ളത്. പിന്നെ 2 നാനോ സിം കാർഡ്. സാർ വാല്യൂ 0.861 ആണ്. ഹെഡ് സാറ്, ബോഡി സാറ് 0.583 അതാണ് ബോഡി സാറ് വരുന്നത്. പിന്നെ ബാക്കി നമുക്കൊരു കേസാണ് കിട്ടുന്നത്. ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് അല്ലേ, നല്ലൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമുക്ക് എല്ലാ ഫോണിനും വരുന്ന ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എൻ്റെ ബോക്സിനകത്ത് വരുന്നത് ഒരു 67 വാട്ട് അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ, ഷോമീൻ്റെ 67 വാട്ട് അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ നമ്മൾ ഒരുപാട് ഷോമി ഫോൺസിൽ കണ്ടിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത് 67 വാട്ട് അഡാപ്റ്റർ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിൾ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് 5G. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നത്. നമുക്കൊരു ഫുൾ HD AMOLED ഡിസ്പ്ലേന് നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേയിൽ പോയി കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, റിഫ്രഷ് റേറ്റ് 120 Hz 60 Hz സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് ആണ് 60 Hz എന്ന് പറയുന്നത്. പിന്നെ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന MIUI 13 ആണ്, ഗ്ലോബൽ വേർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. MIUI 13 ഇവിടെ നമുക്ക് കാണാം. ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. പ്രോബ്ലി അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണെന്ന് പറയാം. കാരണം ആൻഡ്രോയിഡ് 12 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് മാർച്ചായി. അപ്പോൾ ആൻഡ്രോയിഡ് 12 കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. 8GB റാമും 3GB അഡീഷണൽ എക്സ്റ്റെൻഡബിൾ റാമോടാണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 പ്രോസസ്സറാണ് വരുന്നത്. പ്രോബ്ലി ഇതിനകത്തൊരു 6GB വേർഷനും ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് എബൌട്ട് ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ കാണാവുന്നത്. അപ്പോൾ നമുക്ക് വേറെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേയാണ്. ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട്. നല്ല ടച്ച് റെസ്പോൺസും ടച്ച് സാമ്പിളിംഗ് റേറ്റും നല്ലതാണ്. അപ്പോൾ നല്ലൊരു മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്ലാറ്റ് സൈഡ് ആണ് വരുന്നത്. താഴത്ത് നമുക്ക് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, ഇവിടെ സിം ട്രേയിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടില്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. മോൾ ഭാഗത്ത് വീണ്ടും സ്പീക്കേഴ്സാണ്. ഇത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതേപോലെ നമുക്ക് IR ബ്ലാസ്റ്റർ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ്. അപ്പോൾ ഇതുതന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. പിന്നെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 108 മെഗാപിക്സൽ പ്രൈമറിയും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സൽ മാക്രോ സെൻസറാണ്. പിന്നെ AI നേരിയതാണ്, ഫ്ലാഷും കാണും. അപ്പോൾ ക്യാമറ യൂണിറ്റ് ഉണ്ടല്ലേ, 2 പ്രൊജക്ഷനാണ്. താഴത്തെ പ്രൊജക്ഷനിലാണ് അൾട്രാ വൈഡും മാക്രോ ഇരിക്കുന്നത്. മേളത്തേലാണ് 108 മെഗാപിക്സൽ സെൻസർ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറ സെറ്റപ്പ് പറയുകയാണെങ്കിൽ. ഇതൊരു ഗ്ലാസ് ഫിനിഷാണ്, നല്ലൊരു ക്വാളിറ്റി ഫിനിഷാണ്. റെഡ്മി 5G എന്ന് എഴുതിയത് കാണാം. അപ്പോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കിട്ടുന്നുണ്ട് നമുക്ക്. നല്ലൊരു ഇൻഹാൻഡ് ഫീലും ഉണ്ട് ആക്ച്വലി. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞു, ആൻഡ്രോയിഡ് 11 ഉള്ളൂ. അതേപോലെ MIUI 13 ആണ് വരുന്നത്. ഇനി ക്യാമറേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്യാമറ UI
നമുക്ക് റെഗുലർലി കിട്ടുന്ന ക്യാമറ UI തന്നെയാണ് MIUI. നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് നോക്കാം. 1080p 30 FPS മാത്രമേ സപ്പോർട്ടഡ് ഉള്ളൂ, 60 FPS സപ്പോർട്ടഡ് അല്ല. ഇപ്പോൾ നമ്മൾ കണ്ട ക്വാൾകോമിൻ്റെ എല്ലാ 695 പവർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസിലും 30 FPS സപ്പോർട്ടുള്ളൂ. ഇവിടെയും നമുക്ക് 30 FPS കിട്ടുന്നുള്ളൂ. ഇനി ക്യാമറയിൽ ബാക്കി വരുന്നത് ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ മോഡ്സ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഇതാണ് Redmi Note 11 Pro Plus 5G എടുത്ത ക്യാമറ സാമ്പിൾസ്. നമ്മൾ വിശദമായി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് തോന്നുന്നത് നല്ല ഒരു ക്യാമറയായിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു പ്രോസസ്സിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ലെവൽസും ഒക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒന്നും കൂടി വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട് ചാർജിങ് ആണ്. ചാർജിങ് സ്പീഡ് നല്ലതായിരിക്കും 67 വാട്ട് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ചാർജിങ് ടെസ്റ്റ് സെപ്പറേറ്റ് ആയി ചെയ്യുന്നതാണ്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയും പിന്നെ റെഡ്മിൻ്റെ ഡിവൈസ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് Redmi Note 11 Pro Plusൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണുമാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ റെഗുലർ അൺബോക്സിങ് സെറ്റപ്പ് അല്ല, കാരണം നമ്മൾ ജസ്റ്റ് ഇവൻറ്റ് വെന്യൂ തന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ് അനൗൺസ് ചെയ്തിട്ടില്ല, എങ്കിലും ഞാൻ പ്രൈസിങ് കിട്ടുകയാണെങ്കിൽ ടൈറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിൽ വരും എന്നാണ് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ പ്രൈസ് ഫുൾ അനൗൺസ് ചെയ്താലേ നമുക്ക് ക്ലിയർ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ Redmi Note 11 Pro Plus 5G നല്ലൊരു കേപ്പബിൾ ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു ഡിസ്പ്ലേയും ഗുഡ് പെർഫോമൻസ് ആണ് ബേസിക് നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിലേ പറയുന്നുള്ളൂ. പിന്നെ 67 വാട്ട് ചാർജിങ് ഉണ്ട്. ക്യാമറേൻ്റെ കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ് വരുന്നത്. ഇനി പ്രൈസ് തന്നെയാണ് അനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ അനൗൺസ് ചെയ്ത് നമ്മൾ ടൈറ്റിലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. Have a great day.